ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം വിശ്വസിക്കുന്നു. ഇൻ ടുഡേയ്സ് വീഡിയോ നമ്മൾ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ പിന്നെ നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അതിന് മുന്നേ നിങ്ങൾ പാക്കിംഗ് വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ലേറ്റായിട്ടാണ് പോസ്റ്റ് ചെയ്യുക. സോ ഇപ്പം ഇവിടെ ഇറ്റ്സ് ഓക്കെ, ലൈറ്റിങ് ഓക്കെയാണ് വിചാരിക്കുന്നത്. സോ അപ്പോൾ നമ്മൾക്ക് ഇന്ന് നൈറ്റാണ് ഫ്ലൈറ്റ് ഉള്ളത്, ലൈക്ക് ഒരു 10:30 10:40. അപ്പോൾ നമുക്കൊരു 7 ഒക്കെ ആകുമ്പോൾ അവിടെ എയർപോർട്ടിലെത്തണം. ഇപ്പോൾ ഏകദേശം 11:20, നമുക്കൊരു 12 ആകുമ്പോൾ ഇറങ്ങണം. 12 മണി 12:30 ആകുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഇറങ്ങണം. സോ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. പാക്ക് ചെയ്തിട്ടും ഇതാണ് അവസ്ഥ. കാരണം വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അറിയാമല്ലോ, നമ്മൾ മേക്കപ്പ് കാര്യങ്ങളെല്ലാം മൊത്തത്തിലൊന്നും പാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം, ശരിക്കുള്ള റിയാലിറ്റി കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ, ഇതാണ് ശരിക്കും അവസ്ഥ. സോ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ആദ്യം നമ്മൾ ഗെറ്റ് റെഡി ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്യാം. ഇത് ഇളകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. വീണ്ടും ആ മേക്കപ്പിൻ്റെ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ലൈക്ക് നമുക്കത് കഴിഞ്ഞാലല്ലേ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് വിത്ത് മൈ ഫാമിലി. ഇതിൻ്റെ മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് തായ്ലാൻഡിൽ തന്നെ ഫുക്കറ്റും അതുപോലെ ബാങ്കോക്ക് പട്ടായ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് നമ്മൾ പോയിട്ട് ഏകദേശം ലാസ്റ്റ് ഇയർ ഇതേ സമയമല്ല ജൂലൈയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദിസ് ഈസ് മൈ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പ്, ബട്ട് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് വിത്ത് മൈ ഫാമിലി. ആദ്യം തായ്ലാൻഡാണ് ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് പോകാനോ കാര്യങ്ങളോ പ്ലാനോ ഒന്നുമില്ലെന്ന്. പിന്നെയാണ് ഇവരിത് മലേഷ്യയിലേക്ക് സ്വിച്ച് ചെയ്തത്. അപ്പോൾ പിന്നെ ഉമ്മ വാസ് ലൈക്ക് നീയും വാ. അപ്പം ഞാനും പോയി. ആദ്യം തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മേക്കപ്പൊന്നും ഇടുന്നില്ല. ഒന്നാമത് നമുക്ക് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് കിടന്നുറങ്ങാനല്ലേ, അപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള എന്താ പറയുക സ്കിൻ കെയറും കാര്യങ്ങളും മോയ്സ്ചറൈസർ, സൺസ്ക്രീന് ഇതൊക്കെ തന്നെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഞാൻ ചെയ്ത മണ്ടത്തരം എന്താ വെച്ചാൽ ഇത് ഏകദേശം കഴിയാനായി. മലേഷ്യയിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂട് അല്ല വെയിലാണ്. ഞാൻ കേട്ടിട്ടുണ്ട് തായ്ലാൻഡിൽ പോയ ഒരാൾക്ക് മലേഷ്യയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്നും ഒരു വാവ് ഫാക്ടറോ അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നില്ല. കാരണം തായ്ലാൻഡാണ് ഒന്നും കൂടി അടിപൊളി. അപ്പോൾ കുറേ പേരിങ്ങനെ പറഞ്ഞു ജസ്റ്റ് നമ്മളെ നാട് പോലെ തന്നെ കുറച്ച് പിന്നെ പക്കാ നാടായിരിക്കില്ല, പക്ഷെ ഓൾമോസ്റ്റ് എന്നൊക്കെ ഉള്ളത്. പോയി നോക്കാം. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. ഇനി എന്താ, എനിക്ക് ആക്ച്വലി ഒന്നും ഇടാൻ വേണ്ടി തോന്നുന്നില്ല. എന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ യാത്ര ചെയ്യല്ലേ എന്നുള്ള ഒരു മൈൻഡ് ഉള്ളതിനെ കൊണ്ട് ഒന്നും ഇടാൻ വേണ്ടിയിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ. നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇവിടേക്കാണ് ഒന്നും കൂടി ലൈറ്റ് ഭയങ്കര ഓക്കെ. പിന്നെ ഇത് നമ്മൾ അങ്ങനെ പാക്കേജും കാര്യങ്ങളായിട്ട് പോകുന്നതല്ല, നമ്മളെ തന്നെ ഓണായിട്ട് പോകുന്നതാണ്. ലൈക്ക് വേറെ പാക്കേജോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. സോ ഇത് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു മലേഷ്യ പ്ലാൻ നമ്മൾ പോയിട്ട് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യേണ്ട കേട്ടോ. ഹെയർ ആക്ച്വലി ഇവിടെ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കണം, കാരണം നല്ല നനഞ്ഞിക്കും ഹെയർ. സോ ഇപ്പം നമുക്ക് ഇങ്ങനെ വെക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പാക്ക് ചെയ്യാനുണ്ട്. ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് പെൻഡിങ് ആണ്. ഇനി എന്തെങ്കിലും ഇടണോ? നമുക്കിങ്ങനെ കീപ്പ് ചെയ്യാം. പിന്നെ ജസ്റ്റ് വളരെ ലൈറ്റായിട്ടൊന്ന് ഇത് കൺസീൽ ചെയ്യാം. എനിക്ക് ഒരുപാട് ഇപ്പം കുറച്ച് മാറ്റമുണ്ട് കേട്ടോ, ഒരുപാടല്ലെങ്കിലും മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവിടുന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഇവിടുന്ന് ഷൂട്ട് ചെയ്യുമ്പോഴും കണ്ടോ ഇത്രയേ ഉള്ളൂ. ആ റെഡ് കളറാണ്. പക്ഷേ അവിടുന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര എന്തോ പോലെയാണ് നിൽക്കല്. ഇതൊന്ന് ജസ്റ്റ് കളർ കറക്റ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്യുക.
എന്നിട്ട് നമുക്ക് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. കണ്ണുമ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല. ഒന്നാമത് ഞാനിപ്പോൾ ഐ ഡ്രോപ്സ് എനിക്കുണ്ട്. അതിനെക്കൊണ്ട് തന്നെ നല്ല കല്യാണത്തിനും അത്യാവശ്യം ഐ ഷാഡോ കാര്യങ്ങൾ മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് നമുക്കതങ്ങനെ ലീവ് ചെയ്യാം. ഇനി കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് കൂടി ഇട്ട് കൊടുക്കാം. മതി. ദാറ്റ്സ് ഇറ്റ്. ഈ ബ്ലഷ് ആട്ടോ PSCയുടെ ബ്ലഷ് ഇപ്പം ഇങ്ങനെ ഇട്ടോക്കണ്ട, കുറച്ച് കഴിഞ്ഞെല്ലാം പൊക്കോളും. അപ്പം നമ്മളെ ലുക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മളൊരു സിമ്പിൾ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് മൊത്തം ഒന്ന് പാക്ക് ചെയ്യണം. സോ എപ്പോഴും ഞാൻ മറക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നൊരു ഫേസ് ഓയിലാട്ടോ. എത്രയായി, ഞാനത് റിസൾട്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ എൻ്റെ ഫേസ് വാഷ് ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ആഹാ ഗ്ലോ എസിൻ്റെ ഫേസ് വാഷ്. എന്തൊക്കെയാണ് പറയുന്നത്. സോ ഇതൊരു പൗച്ചിലാക്കി എടുക്കണം. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പൗച്ചും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാം. കാരണം ഓൾമോസ്റ്റ് നമുക്ക് വേണ്ടതൊക്കെ എടുത്ത്, പിന്നെ ഓൾമോസ്റ്റ് എല്ലാം നമ്മളിപ്പോൾ എടുക്കും. ഗോയ്സ്, നമ്മൾ ഹെയർ ടൈ ചെയ്തു. ഹെയർ ജസ്റ്റ് നോർമലായിട്ട് ഞാൻ ഇടുന്ന പോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം പാക്ക് ചെയ്യാം. ഇതൊക്കെ ആ കാണുന്ന പെട്ടിയിലാക്കണം. ബാഗ് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തു. സോ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇപ്പോൾ ഇതൊന്ന് സെറ്റിലാക്കണം. പിന്നെ കൺസീലർ ബ്രഷ് അല്ല, നിങ്ങൾ പിന്നെ ഇതുപോലെ ബ്രഷസ് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. മൊത്തം ബ്രഷ് നിങ്ങളൊരു സെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇതെടുത്തോ. നിങ്ങൾക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ബ്രഷസും, ഫൗണ്ടേഷൻ, ഐ ഷാഡോ, കൺസീലർ എല്ലാം ഇതിൽ കവറായി പോകുന്നുണ്ട്. സോ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. ഈ അടിപൊളി പ്രൊഡക്റ്റ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാനുണ്ട്. സോ അതിൻ്റെ പരിപാടികൾ ഒന്ന് നോക്കട്ടെ. സോ ഇത് ഓൾമോസ്റ്റ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് എന്താ പറയുക, ആവശ്യമില്ലാത്തൊക്കെ ഒഴിവാക്കണം. ഇത് ട്രൈപോഡിൻ്റെ ബോക്സാണ്. ഇതൊക്കെ ക്യാരി ചെയ്താൽ ഒരുപാട് സ്പേസ് ഇതിന് തന്നെ പോകും. സോ ഇത് ഞാൻ ഒഴിവാക്കി. ഇന്നലെ ഞാൻ വിചാരിച്ചു ഇത് എടുക്കാമെന്ന്. ടുഡേ നമുക്കതിൻ്റെ ആവശ്യമില്ല. അത് ഒരുപാട് സ്പേസ് പോക്കുന്നുണ്ട്. സോ നമ്മുടെ കേസ് മാറ്റണം. അപ്പോൾ ഗൈസ്, നമുക്ക് പാക്ക് ചെയ്യണം ഈ സാധനമൊക്കെ. പക്ഷെ ഒരുപാട് സ്പേസ് കൺസ്യൂമിങ് ആണ്. സോ നമുക്ക് അതെടുത്ത് ഒഴിവാക്കാം. ആൻഡ് ബാക്കി കാര്യങ്ങളൊന്ന് സെറ്റാക്കണം. അത്യാവശ്യം വേണ്ട കോമ്പും അതുപോലെ തന്നെ വേറെന്തോണ്ടല്ലോ, ഇത് ഒരുപാട് സാധനമുണ്ട് ഗൈസ്. നമുക്ക് ഐ ഷാഡോ പാലറ്റ് ഇവിടെ വെച്ച് കൊടുക്കാം. കറക്റ്റ് ഫിറ്റായിരിക്കും. ബാക്കി സാധനങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം വേണ്ടൊരു കോമ്പ്, ലിപ്സ്റ്റിക്ക്, ബ്ലഷും മാറ്റി വെക്കാം. ഇത് ബാഗിലിടാം. ബാക്കിയെല്ലാം നമുക്കങ്ങനെ എപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റാം. സ്ട്രെയിറ്റ്നർ എടുക്കുന്നുണ്ടോ? ഞാൻ സ്ട്രെയിറ്റ് അങ്ങനെ ചെയ്യലില്ല. എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ചെയ്യലില്ല എന്നല്ല, അങ്ങനെ എപ്പം സ്ട്രെയിറ്റ് ചെയ്യുന്ന ആളല്ല. പക്ഷെ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് ഹെയർ എങ്ങാനും സ്റ്റൈൽ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഒരു തേങ്ങ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അതെടുത്തു. ഇതെങ്ങനെ ഇതിനുള്ളത് പുറത്ത് ചാടി? എല്ലാം വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇതൊക്കെ വേസ്റ്റാണ്. എനിക്ക് റൂമും പോണതിൻ്റെ മുന്നേ ഒന്ന് സെറ്റാക്കിയത്. ഇത് ആക്ച്വലി ട്രൈപോഡിൻ്റെ കേസാണ്. നമുക്കൊരു ബാഗും കൂടി ഉണ്ടായില്ല, വെച്ചു കൊടുക്കാം. സോ നമ്മുടെ ഈ പെട്ടി പരിപാടി കഴിഞ്ഞു. എൻ്റെ
7 kg ആട്ടോ നമുക്കൊന്നിൽ അലൗഡ്. ഇതിപ്പോൾ 7 kg മേലെ പോയോ എന്നൊരു ഡൗട്ടുണ്ട്. യെസ് ഗൈസ്, സോ ഇവിടെ ആയിരിക്കും ക്ലിയർ ഉണ്ടാവുക. സോ ഹാൻഡ് ബാഗായിട്ട് മൈക്ക് ഓൺ ആയിരിക്കുമല്ലോ അല്ലേ? ഹാൻഡ് ബാഗായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ്. ഇതിലും വലുത് ചൂസ് ചെയ്യുന്നത് നല്ലത്, പക്ഷേ നമുക്ക് ക്യാരി ചെയ്യാനിങ്ങനെ ഇടാൻ സുഖം ഇതാകുമ്പോൾ നമുക്ക് തോളിങ്ങനെ കടയും. ഇത് ക്രോസ് ബാഗായിട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇതിലുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാം. ഇത് മേക്കപ്പ് പൗച്ചാണ്. ഇത് മൈക്ക് വെക്കാനുള്ള പൗച്ചാണ്, പക്ഷെ മൈക്ക് ഞാൻ കണക്റ്റഡ് ആയതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ടേ ഞാൻ പാക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത്യാവശ്യം ബാഗിൽ വേണ്ട ഒരു പിന്നെ കോമ്പ്, പിന്നെന്താ ലിപ്സ്റ്റിക്സ്, ലിപ് ബാം, പിന്നെ മറ്റേ ഇത് വെച്ചിട്ടുണ്ട്, വാലറ്റ് വെച്ചിട്ടുണ്ട്, ഹെഡ്ഫോൺസ് വെച്ചിട്ടുണ്ട്, ഇയർപോഡ്സ് വെച്ചിട്ടുണ്ട്, പിന്നെ ഐ ഡ്രോപ്സ്, ബ്രഷ്. ഇത് ഏതോ റിസോർട്ടിൽ നിന്ന് ഫ്രീ കിട്ടിയപ്പോൾ അടിച്ചുകൊണ്ട് ഓടിയതാണ്, പക്ഷെ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു തരും. പക്ഷെ എന്നാലും ഞാൻ വെക്കുന്നുണ്ട്. എനിക്ക് എയർപോർട്ടിലെത്തിയാൽ എനിക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ തേക്കാമല്ലോ, ഇവർക്ക് ആർക്കും ഒന്നുമില്ല പാവം. ഇപ്പോൾ കോമ്പ്, ഈ സാധനങ്ങൾ വെക്കാം, ബ്ലഷ്. പിന്നെ ആദ്യം വിചാരിച്ചു ഐപാഡ് എടുക്കണ്ടാന്ന്, കാരണം വെറുതെ പോയിട്ട് പിന്നെ ഐപാഡ് എടുക്കണ്ട വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്ലൈറ്റിൽ ഇനി ഉറങ്ങിയില്ലെങ്കിൽ, സാധാരണ ഉറങ്ങിപ്പോക്കാണ് പതിവ്, ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ എടുത്ത് വെച്ചതാണ്. ഏതൊക്കെ ഫിലിമൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുക്കുന്നത്. ഇതിൽ കൂടുതൽ നമ്മൾ ഇതിൽ കുത്തിക്കയറ്റുന്നില്ല, കാരണം നമുക്ക് മൈക്കും കൂടി വെക്കുള്ളൂ. പിന്നെ ചാർജർ, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ബാഗിലാണ് വെക്കുക. സോ ഈ ഒരു ബാഗാണ് ക്യാരി ചെയ്യുന്നത്. ഇനിയിപ്പോൾ പാക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇറങ്ങണം. ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുക. ഹറിബറിയാവും, എന്നാലും ഷൂട്ട് ചെയ്യുക. ഓക്കെ, ഫൈനലി അങ്ങനെ റെഡി ആയിട്ടോ. ഇതായിരുന്നു ഞാൻ മറ്റേ വീഡിയോ ചെയ്യുമ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. യാത്ര ചെയ്യുമ്പോൾ ഇതായിരിക്കും പെർഫെക്റ്റ്. എന്നതിൻ്റെ മുന്നേ തന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച്, കാരണം നമ്മൾ ഈ ഒരു ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ റൂം ഇങ്ങനെ മെസ്സി ആയി കിടക്കുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറായിരിക്കും അത് കാണുന്ന സമയത്ത്. കംപ്ലീറ്റ്ലി എല്ലാവരുടെ ബാക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് വെയിറ്റ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി. ജസ്റ്റ് നമ്മളെ വെയിങ് മെഷീൻ്റെ മേലെ ഇതെല്ലാവരും ചെയ്യുന്ന സംഭവമാണ്, പക്ഷെ ആർക്കെങ്കിലും ഇൻ കേസ് ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു വെയിറ്റ് കിട്ടും. സോ 7 kg ആണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളത്. അങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ അതിൽ ചിലതിലൊക്കെ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. ചിലത് 8 ഉണ്ടായിരുന്നു, 8.5 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ പെട്ടി നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ അതിന് സാധനങ്ങൾ ഒരുപാട് മൈനസ് ചെയ്തു. ഈ ജസ്റ്റ് ഇൻ കേസ് എന്ന് പറഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ ഞാൻ മൈനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് പോയ സമയത്ത് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓക്കെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് എന്താ പറയുക അറിവുകളും നമ്മൾ പഠിച്ചു. ഇപ്പോൾ പാക്കിങ്ങിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചു. സോ എല്ലാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നൊന്നായി വണ്ടിയിലേക്ക് എടുത്തു വെച്ചു. നമുക്ക് ആക്ച്വലി ഫ്ലൈറ്റ് വരുന്നത് കൊച്ചിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1.5, ഞാൻ പറഞ്ഞല്ലോ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, ആ ഒരു ടൈമിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 4.5 hour അടുത്ത് വരുന്നുണ്ട്. ആക്ച്വലി നമുക്ക് റോഡൊക്കെ ക്ലിയർ ആണ്, അധികം തിരക്കൊന്നുമില്ലെങ്കിൽ അതിനേക്കാളും വേഗത്തിലെത്താം. സോ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. വണ്ടീൻ്റെ ഉള്ളിൽ ഓരോ സാധനങ്ങളൊക്കെ ലഗേജ് എല്ലാം കുത്തി നിറച്ച് നമ്മളെ യാത്ര തുടങ്ങുകയാണ്. വലിയ കാര്യത്തിലേക്കിടയിൽ ഭയങ്കര ഫിറ്റൊക്കെ എടുക്കാൻ പോയത് കാലുളിക്ക്. ഇതെനിക്കിപ്പോൾ പതിവാണ്. എനിക്കിപ്പോൾ ഇതിലൊന്നും ഞാൻ തളരില്ല, രാമൻകുട്ടി പറഞ്ഞ പോലെ കാലുളിക്ക്. പക്ഷേ ദാറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ വരികയാണ്, ഒന്നും സംഭവിക്കാത്ത പോലെ. പറയുമ്പോൾ നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്നൊരു സംഭവമാണ് ഞം തിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഞങ്ങൾക്ക് ഒന്നെങ്കിൽ വായ തോരാതെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഞം തിന്നുകൊണ്ടിരിക്കണം. പിന്നെ പറയണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ചെയ്തും ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനിൽ ഇറങ്ങി ആദ്യത്തെ പോള ചിപ്സ് അങ്ങ് മേടിച്ചു, അത് കുറിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും കുറേ മെസ്സേജസ് വരലുണ്ട്, ഡയറ്റ് എന്തായെന്ന് വെച്ചിട്ട്. ആക്ച്വലി ഇപ്പോൾ ഞാൻ ആ കാലിൻ്റെ ആ ഒരു ഫ്രാക്ചർ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാല് പടം മറിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ അവസ്ഥ കുറച്ച് സീനാണ്. കാരണം ഇപ്പം നിസ്കരിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതായത് ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളിങ്ങനെ കാല് മടക്കിയിരിക്കൂലേ, അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് നല്ല
ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് ജിമ്മൊന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ പോയി വന്നിട്ട് ഡയറ്റ് കാര്യങ്ങളെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കണം. കാരണം കാല് ഞാൻ അന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നത് ചെറുതായിട്ടൊന്ന് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദാറ്റ്സ് ഓക്കെ, റെഡി ആവുമായിരിക്കും. നമ്മൾ മറ്റേ പൂള ചിപ്സ് ഒതുക്കിയതിന് ശേഷം നമ്മളിതുപോലെ ചങ്ങരംകുളമൊക്കെ എത്തിയപ്പോൾ ഈ ഒരു മാംഗോ സാഗോ വിൽക്കുന്ന ഒരു കപ്പിൾസിനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ പോയി വണ്ടി തിരിച്ച് വന്നതാട്ടോ. ഇവർ സയാനും നീയാണ് ഇത് നോട്ടീസ് ചെയ്തത്. അവർക്കത് വേണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്നു. പക്ഷേ തിരിച്ചു വന്നത് മുതലായി എന്ന് പറയാമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഫോർ 30 റുപ്പീസ് എന്തോ ആണ്, 15 13 എനിക്ക് 30 റുപ്പീസിന് എന്തോ ആയിരുന്നു. നല്ല റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ ആ ഒരു ഡ്രിങ്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ജയാൻ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. കാരണം ജയാൻ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുന്നേ പോയിട്ടുള്ള കുറച്ച് മുന്നെയാണ് ഓന് ദുബൈയിൽ പോയിട്ടുള്ളത്. സോ അവന് ഫ്ലൈറ്റിൽ ഏകദേശം ഒന്നും അവന് ട്രാവൽ ചെയ്തിട്ടുള്ളത് കുഞ്ഞിലും, അതുപോലെ ഒന്നും അവൻ ട്രാവൽ ചെയ്തിട്ടുള്ളത് ഒരു 3-4 ഇയേഴ്സ് ബാക്കാണ്. അപ്പോൾ അവനക്ക് ഭയങ്കരമായിട്ടുള്ള ഓർമ്മയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങളങ്ങനെ ട്രോൾ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് ചെരുപ്പ് ഊരണട്ടോ ഫ്ലൈറ്റ് കയറുമ്പോ. ബസ്സിന് പോയിട്ട് ഫ്ലൈറ്റിക്ക് സ്റ്റേഴ്സ് കയറുകയാണെങ്കിൽ ചെരുപ്പ് വരണ്ട. പക്ഷെ എയറോ ബ്രിഡ്ജ് പോയിട്ട് കണക്ട് ചെയ്ത് കയറുമ്പോ ആ ബ്രിഡ്ജിന് ഒരു കവർ തരും. കവറിൽ തുപ്പണം. പിന്നെ ആപ്പിൾ ജ്യൂസ് ഒക്കെ ചോദിക്കും. എല്ലാം വാങ്ങി കുടിക്കണം, ലാസ്റ്റ് ഉമ്മ തെണ്ടണം. പിന്നെ നീണ്ട നേരം ജയാന തിന്നതിന് ശേഷം നമ്മൾ ഭക്ഷണം തിന്നാൻ വേണ്ടി കയറി. ഞാൻ മൂന്നാർ പോകുന്ന സമയത്ത് ഈ ഒരു റെസ്റ്റോറൻറ്റ്സ് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, റെസ്റ്റോറൻറ്റ്സ് അല്ല, ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ കയറാം, ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് എയർപോർട്ടൊക്കെ അടുത്താണ്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വേറൊരു സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാമിലീനെ, പ്രത്യേകിച്ച് നമ്മൾ ആരെങ്കിലുമൊക്കെ ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന ദിവസം അവിടുത്തെ 5 പൈസയൊക്കെ ഉണ്ടാവില്ല. പക്ഷേ ഇപ്രാവശ്യം തെറ്റിയില്ല. അവർക്ക് അത്യാവശ്യം എല്ലാ ഫുഡും, നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഫുഡും, ഉപ്പാക്കാണ് മെയിൻ. ഉപ്പ അപ്രൂവ് ചെയ്താൽ പിന്നെ വേറെ വർത്താനില്ല. ഉപ്പാക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടേഴ്സായിട്ട് ഒരു സലാഡായിരുന്നു. അത് നൈസ് ചെയ്യുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മിക്സ്ഡ് ആയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓരോരുത്തരും ഓരോ ഡിഷ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഈവനിങ് ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. ഈവനിങ്ങും അല്ല ഉച്ചയല്ല, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വന്നിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ആയോ ചോദിച്ചാൽ ആയില്ല. ആ ഒരു ടൈമിൽ വന്ന് കയറിയോണ്ട് തന്നെ ലൈക്ക് അവൈലബിലിറ്റി എല്ലാം ഉണ്ടേനു. പക്ഷെ നമുക്ക് എന്ത് കഴിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ലേനും. ഞാൻ മുന്നേ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു മോർണിംഗ് സമയത്താട്ടോ, മൂന്നാറിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അന്ന് ഞങ്ങൾ അടിപൊളി മറ്റേ വെള്ളയപ്പവും ബീഫും കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ ആ ബീഫിൻ്റെ ടേസ്റ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലൈക്ക് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫും വെള്ളയപ്പവും. ഞാൻ പിന്നെ അന്ന് ഒരു 12 ഞങ്ങൾ ബ്രഞ്ചിന് വേണ്ടി കയറിയ പോലെ ആയിരുന്നു അന്ന്. അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയ സമയത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാലഡ്, അതുപോലെ തന്നെ ബിരിയാണി, നിയ ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജയാൻ ഒരു മറ്റേ ഡ്രാഗൺ അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിക്സ്ഡ് ആയിട്ട് എല്ലാവരും കൂടി ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. നീയൊക്കെ ബിരിയാണി മതി പറഞ്ഞോളൂ. ഫിഷാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൊള്ളായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് വന്നിട്ട് മുന്നിൽ ഉമ്മാൻ്റെ കൂടെ ഓക്കെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൾ തല്ലൂടാണ്. ഇതൊക്കെയാണ് ഇവൾക്ക് മാനസികമാണ് കഴിച്ചത്. ഇവൾ കാണുന്ന മാതിരിയല്ല, ഇവൾക്ക് വലുപ്പം മാത്രമേ ഉള്ളൂ, ബുദ്ധി ഇതുവരെ ഉറച്ചിക്കില്ല. ഇത് പിന്നെ എൻ്റെ അനിയൻ, എപ്പോൾ ഞാൻ ക്യാമറ തിരിച്ചു കഴിഞ്ഞാലും അവൻ ഇത് ആസ്തറ്റിക് ആണെന്ന് പറഞ്ഞിട്ട് ഫേസ് കാണിക്കത്തില്ല. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ യാത്ര തുടങ്ങി. ഇവരോട് ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും വേണ്ടത്ര കഴിച്ചു. കാരണം തായ്ലാൻഡിൽ മുന്നേ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയതുകൊണ്ട് എനിക്ക് നല്ല അനുഭവമുണ്ട്. നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ ഫുഡിൻ്റെ അവസ്ഥ ഒന്നും പറയണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇത് ഇപ്പം പുരിയലെ അപ്പം പുരിയല്ല ഇപ്പം പുരിയത് എന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു മലേഷ്യയിൽ പോയ സമയത്ത്. അതൊക്കെ ഞാൻ വരുന്ന വ്ളോഗ്സിലായിട്ട് പറയാം. ഫുള്ള് കോമഡി ആയിരുന്നു കേട്ടോ അവിടെ പോയ സമയത്ത്. നമ്മുടെ ഫ്ലൈറ്റ് ആക്ച്വലി വരുന്നത് രാത്രി ആണ്. പക്ഷേങ്കിൽ നമ്മളെന്താക്കി, നേരത്തെ ചെക്ക് ഇൻ ചെയ്യാമെന്ന് കരുതി. കാരണം ഉപ്പാക്ക് നമ്മൾ ആക്കിയിട്ട് വേഗം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മൾ ടെൻഷൻ അടിക്കണ്ടല്ലോ. ഉപ്പ ഒറ്റയ്ക്ക് വേണം നമ്മളാക്കിയിട്ട് റിട്ടേൺ
ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ അതൊരു ടെൻഷനാണല്ലോ നൈറ്റ് ഒറ്റയ്ക്ക്. ഏകദേശം 10:40 അങ്ങനെ എന്തോ ആയിരുന്നു നമ്മളെ ഫ്ലൈറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ ഏകദേശം ഒരു 6 അല്ലെങ്കിൽ ഒരു 5:45 എന്തോ ആയപ്പോൾ തന്നെ നമ്മൾ സംഭവം എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. പല്ലുവേദന കംപ്ലീറ്റ്ലി വിട്ട് മാറത്തേനെ കൊണ്ട് പല്ലുവേദനയുടെ മെഡിസിനും അതുപോലെ തന്നെ വോമിറ്റിംഗ് അഥവാ ടെൻഡൻസി വരികയാണെന്നുണ്ടെങ്കിൽ കഴിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കരുതി. പിന്നെ ഒരു പേസ്റ്റ് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിയതിന് ശേഷം പിന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് കയറി. നമ്മൾ വേഗം എന്ത് ചെയ്തു, അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഉപ്പനോട് പോകാൻ പറഞ്ഞു. കാരണം നമ്മളാക്കിയിട്ട് ആൾ അത്രയും ദൂരം ഡ്രൈവ് ചെയ്യുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതായിരുന്നു മനസ്സിൽ ആകെയുള്ളൊരു ടെൻഷൻ, ഉപ്പ പൊക്കോട്ടെ എന്നുള്ളത്. അങ്ങനെ പിന്നെ ഒരു 7:15 7:20 ഒക്കെ ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി. ഞാൻ ആക്ച്വലി ഞങ്ങളിങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, നീ ഫ്ലൈറ്റ് കയറി എങ്ങനെ ചെയ്യണേ, മറ്റേ വെട്ടം ഫിലിമിൽ ദിലീപും അവളും കയറിയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ കുറേ ഞങ്ങൾ പറയുന്നത് നീ ചെരുപ്പൂരാണ് സംഭവം. ലൈക്ക് അവനക്ക് അറിയാതെ ഞങ്ങൾക്കറിയാം, പക്ഷെ എന്നാലും വെറുതെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനെങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കിയിരുന്നു കേട്ടോ. ഒരു യാത്രേൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കൂടെ ചെന്നൈയിലുണ്ടായിരുന്ന ഒരു സീനിയറെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആളെ ക്ലിപ്പ് ഞാൻ എവിടെയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. സോ ഞാൻ ആളെടുത്ത് സംസാരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇരുന്നത്. പക്ഷേ ഞാൻ ആളിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. നീ പിന്നെ കയറിയപ്പോൾ അവളെ പണി തുടങ്ങി. ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് പോസ്റ്റ് ആയിരിക്കും, എത്ര സമയം എങ്ങനെ ഇരിക്കണം, ഏകദേശം ഒരു 2 മണിക്കൂർ എന്തായാലും ഇങ്ങനെ എടുക്കണം. കാരണം ബാക്കി സമയം നമ്മൾ ഈ ചെക്കിനും ബാഗേജ് അത് ഇത് ഇമിഗ്രേഷനൊക്കെ വേണ്ടിയിട്ട് പോയി. സോ ഞാൻ എന്ത് ചെയ്തു, അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റാണ് ആ യെല്ലോ, നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു എഡിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ ഗേറ്റിലേക്ക് ഏകദേശം ഓപ്പണായി. അപ്പോൾ നേരെ ഫ്ലൈറ്റിൽ കയറി. ഞാനും ഉമ്മ സെയിൻ ഒരു സീറ്റിലും നീ അപ്പുറത്തും ഇരുന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ മറ്റേ ഓർക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ആ പ്ലെയിനിലുള്ള യാത്ര. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങോട്ടേക്ക് പോകുമ്പോഴാണെങ്കിലും വരുമ്പോഴാണെങ്കിലും ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിരുന്നു. ഒന്നാമത് നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോകുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റ്സിലുള്ള ഒരു ഫ്ലൈറ്റാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഫ്ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടല്ല, പക്ഷേ എങ്കിൽ എന്തോ 4 മണിക്കൂർ അങ്ങനെ കുത്തിരിക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക്. പിന്നെ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അല്ലോ ഭയങ്കര ഇടങ്ങേറിയിരുന്നു കേട്ടോ. മൂവിയൊക്കെ കണ്ട് എങ്ങനെയൊക്കെയോ സമയം നീക്കി. അങ്ങനെ ഫൈനലി നമ്മൾ മലേഷ്യ എത്തി. വന്ന ഉടനെ ചെയ്തത് സിം എടുക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ പാക്കേജ് ആയിട്ടൊന്നും വന്നതല്ല, നമ്മുടെ തന്നെ ഓൺ ഒരു ഐറ്റിനറിയൊക്കെ പ്ലാൻ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഞങ്ങൾ തന്നെ റൂമും കാര്യങ്ങളും ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത് അങ്ങനെ വന്നതാണ്. സോ ഏകദേശം നമ്മൾ ട്രിപ്പ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻസ് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. അതിൻ്റെ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ചെയ്യാം. തായ്ലാൻഡും ഞാൻ ഹസ്ബൻഡിൻ്റെ ഒപ്പം പോയ സമയത്തും നമ്മൾ ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള ഐറ്റിനറിയിലാണ് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും നമ്മളങ്ങനെ മലേഷ്യയിലെത്തിയൊക്കെ ഞാൻ ഇവർ ആദ്യം വലിച്ചുകൊണ്ട് 7-Eleven പോവുക. കാരണം തായ്ലാൻഡിൽ വന്ന സമയത്ത് എനിക്ക് ആകെ മിസ് ചെയ്തൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, അഫ്കോഴ്സ് 7-Eleven ഇരുന്നു അവിടെ കയറി ഇങ്ങനെ വേണ്ടതെടുക്കുക. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, തായ്ലാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ മലേഷ്യത്തെ 7-Eleven ഒന്നും കൂടി എന്താ പറയുക ചെറുതുമാണ്. നമുക്ക് അവിടെയുള്ള സാധനങ്ങൾ അവൈലബിലിറ്റിയിലും ഒരു ഡിഫറൻസ് ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ നമ്മുടെ റൂമിലോട്ടേക്ക് എത്താനായി. അപ്പോൾ റൂമിൻ്റെ വീഡിയോ ഞാൻ വന്ന ഉടനെ എടുത്ത്. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഈ റൂം ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല. നമ്മൾ 4 പേര് നിൽക്കാനുള്ളതുകൊണ്ട് തന്നെ ഫുൾ അലങ്കോലമായിട്ടാണ് ഉണ്ടാവുക. നമുക്ക് കിട്ടിയ റൂം നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് നല്ല ഈസി ആയിരുന്നു എല്ലായിടത്തേക്കും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലായിട്ട് ചെയ്യാം. ഈ ഒരു റൂമിൽ തന്നെ നിങ്ങൾക്ക് മറ്റേ വാഷിംഗ് മെഷീനും കിച്ചണും അതുപോലെ കിച്ചണിക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങളും സ്പൂണും നൈഫും പ്ലേറ്റ്സും അതുപോലെ എവറിത്തിങ് ഈ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഒന്നാമത് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണതും അടിപൊളിയായിട്ടായിരുന്നു. ചെറിയ സ്പേസിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇതിലിപ്പോൾ എല്ലാം ഉണ്ടെന്ന്, പക്ഷേ എല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ആർക്കും പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉമ്മ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, റൂം എന്തായാലും അടിപൊളി ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഞാൻ അടുത്ത വീഡിയോസായിട്ട് കൊടുക്കാം. കാരണം നല്ല ടയേർഡായിരുന്നു. ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ക്യാമറ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ഫിംഗർ അവിടെ ഉള്ള കാര്യം ഞാൻ ആലോചിച്ചില്ല. ആൻഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ സൗകര്യങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലതായിരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ മലേഷ്യൻ വിശേഷങ്ങളായിട്ട് നമുക്ക് സൂൺ തന്നെ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.